നമ്മളിന്ന് പറയാൻ പോകുന്നത് ശരിക്കും അസാധ്യമെന്ന് തോന്നുന്ന പ്രതിസന്ധികളെയും അതിനേക്കാൾ വലിയ നേട്ടങ്ങളെയും കുറിച്ചുള്ളൊരു കഥയാണ്. ഒന്ന് സങ്കൽപ്പിച്ചു നോക്കൂ, ക്ലാസ് മുറിക്ക് പുറത്ത് ഒരു ചണച്ചാക്കിലിരുന്ന് പഠിക്കുന്നൊരു കുട്ടി. സഹപാഠികളൊക്കെ ബെഞ്ചിലിരിക്കുമ്പോൾ ജാതിയുടെ പേരിൽ മാത്രം അവന് ക്ലാസ്സിൽ കയറാൻ അനുവാദമില്ല. ആലോചിച്ചു നോക്കൂ, ആ കുട്ടി പിൽക്കാലത്തെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യത്തിന്റെ നിയമപുസ്തകം എഴുതുമെന്ന് ആരെങ്കിലും അന്ന് കരുതിയിട്ടുണ്ടാകുമോ? ഇതാണ് അസാധ്യമായതിനെ സാധ്യമാക്കിയ ഭീംറാവ് റാംജി അംബേദ്കർ എന്ന പോരാളിയുടെ കഥ. ഇതായിരുന്നു കേട്ടോ അന്നത്തെ യാഥാർത്ഥ്യം. അറിവ് നേടാൻ അത്രയേറെ ആഗ്രഹമുണ്ടായിട്ടും ആ കുട്ടിക്ക് ക്ലാസ് മുറിക്ക് പുറത്തിരിക്കേണ്ടി വന്നു, മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തപ്പെട്ട്, ഒറ്റപ്പെട്ട്. പക്ഷേ ആ ഒറ്റപ്പെടൽ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തെ ശരിക്കും ആളിക്കത്തിക്കുകയാണ് ചെയ്തത്. വിവേചനം അവിടെ കൊണ്ടൊന്നു തീർന്നില്ല. ദാഹിച്ചു വലയുമ്പോൾ സ്കൂളിലെ കിണറ്റിൽ നിന്ന് ഒരു തുള്ളി വെള്ളം കുടിക്കാൻ പോലും ആ ബാലന് അവകാശമില്ലായിരുന്നു. ഒന്ന് ആലോചിച്ചു നോക്കൂ, മറ്റാരെങ്കിലും ദയ തോന്നി ഉയരത്തിൽ നിന്ന് വെള്ളമൊഴിച്ചു കൊടുത്താൽ മാത്രം ദാഹമകറ്റാൻ കഴിയുന്നൊരവസ്ഥ. മനുഷ്യന്റെ ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പോലും എങ്ങനെയാണ് അന്ന് നിഷേധിക്കപ്പെട്ടത് എന്ന് നോക്കൂ. അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ഈ ആദ്യകാല അനുഭവങ്ങൾ വെറുമൊരു സങ്കടകരമായ ഓർമ്മകൾ മാത്രമായിരുന്നില്ല. അത് നീതിക്കു വേണ്ടിയുള്ള ഒരിക്കലും അടങ്ങാത്തൊരു ദാഹത്തിന് തിരികൊളുത്തുകയായിരുന്നു. ഇവിടെയാണ് ഏറ്റവും രസകരമായൊരു കാര്യം വരുന്നത്. നോക്കൂ, ഒരു വശത്ത് വെള്ളവും വിദ്യാഭ്യാസവും അന്തസ്സും പോലും നിഷേധിക്കപ്പെട്ടൊരു ഇന്ത്യ. മറുവശത്തോ അതേ വ്യക്തി തന്നെ കോടിക്കണക്കിന് മനുഷ്യർക്ക് അവകാശങ്ങളും സമത്വവും നിയമവും നൽകുന്ന മറ്റൊരു ഇന്ത്യയെ വാർത്തെടുക്കുന്നു. ഈയൊരു വൈരുദ്ധ്യമില്ലേ, അതാണ് അംബേദ്കറുടെ ജീവിതത്തെ ഇത്രയേറെ അവിശ്വസനീയമാക്കുന്നത്. അപ്പോ അംബേദ്കറുടെ പോരാട്ടത്തിന്റെ എല്ലാം കേന്ദ്ര ബിന്ദു ഈയൊരു വ്യവസ്ഥിതിയായിരുന്നു, തൊട്ടുകൂടായ്മ. അതായത് അതൊരു വെറും സാമൂഹിക അകലം പാലിക്കലായിരുന്നില്ല, മറിച്ച് ഒരു കൂട്ടം മനുഷ്യരെ പൂർണ്ണമായും അടിച്ചമർത്തുകയും അവരുടെ മനുഷ്യത്വം തന്നെ ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഭയങ്കര ക്രൂരമായ ഒരു സമ്പ്രദായമായിരുന്നു. അപ്പോ ഇത്രയേറെ അടിച്ചമർത്തലുകളെ അദ്ദേഹം എങ്ങനെയാണ് നേരിട്ടത്? അറിവിനെ തന്റെ ഏറ്റവും വലിയ ആയുധമാക്കിക്കൊണ്ടായിരുന്നു അത്. അടുത്ത ഭാഗത്തേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം അദ്ദേഹം ആ ആയുധം എങ്ങനെയാണ് മൂർച്ച കൂട്ടിയെടുത്തതെന്ന്. നേരിട്ട അപമാനങ്ങളെയും അവഗണനകളെയുമെല്ലാം അദ്ദേഹം തനിക്കുള്ള ഊർജ്ജമാക്കി മാറ്റി. എന്നിട്ടോ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സർവകലാശാലകളിൽ നിന്ന് ഡോക്ടറേറ്റുകൾ നേടി. അദ്ദേഹം നേടിയത് വെറും ഡിഗ്രികളായിരുന്നില്ല, മറിച്ച് ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന അനീതിയുടെ കോട്ടകളെ തകർത്തെറിയാനുള്ള ശക്തമായ ബൗദ്ധിക ആയുധങ്ങളായിരുന്നു. അപ്പോ ആയുധങ്ങളെല്ലാം കയ്യിൽ കിട്ടിയപ്പോ അദ്ദേഹം നേരെ യുദ്ധക്കളത്തിലേക്കിറങ്ങി. ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയ അദ്ദേഹം ആ വിവേചനപരമായ സാമൂഹിക വ്യവസ്ഥയെ മുഖാമുഖം വെല്ലുവിളിച്ച ചില നിർണായക നിമിഷങ്ങളിലേക്കാണ് നമ്മളിനി പോകുന്നത്. വർഷം 1927. സ്ഥലം മഹാദ്. അവിടത്തെ ചൗദാർ കുളക്കരയിൽ അരങ്ങേറിയത് ഒരു ചരിത്ര സംഭവമായിരുന്നു. അതൊരു സാധാരണ കുളമായിരുന്നില്ല, മറിച്ച് നൂറ്റാണ്ടുകളായി തുടർന്നുപോന്ന അനീതിയുടെ ഒരു പ്രതീകം തന്നെയായിരുന്നു. ആ കുളത്തിലെ വെള്ളം മൃഗങ്ങൾക്ക് പോലും കുടിക്കാമായിരുന്നു, പക്ഷെ ഒരു വിഭാഗം മനുഷ്യർക്ക് ആ വെള്ളത്തിലൊന്നു തൊടാൻ പോലും അവകാശമുണ്ടായിരുന്നില്ല. ഇതായിരുന്നു അവിടത്തെ ആ ക്രൂരമായ വിരോധാഭാസം, ആ അനീതി. ആ നിമിഷത്തിലാണ് അംബേദ്കർ ആ കുളത്തിൽ നിന്ന് കൈക്കുമ്പിളിൽ വെള്ളം കോരിക്കുടിച്ചത്. അതൊരു സാധാരണ പ്രവൃത്തിയായിരുന്നില്ല, അതൊരു വിപ്ലവമായിരുന്നു. നൂറ്റാണ്ടുകളായി അടിച്ചമർത്തപ്പെട്ട ലക്ഷക്കണക്കിന് ജനങ്ങളുടെ മനുഷ്യത്വത്തിന്റെ പ്രഖ്യാപനമായിരുന്നു ആ ഒരൊറ്റ കുമ്പിൾ വെള്ളം. പക്ഷേ അതൊരു തുടക്കം മാത്രമായിരുന്നു. വെള്ളം കുടിച്ചതിനുശേഷം അസമത്വത്തിന്റെ ആശയപരമായ അടിത്തറയെ തന്നെ അദ്ദേഹം ചോദ്യം ചെയ്തു. ജാതിവ്യവസ്ഥയെ ന്യായീകരിക്കാനായി ഉപയോഗിച്ചിരുന്ന മനുസ്മൃതി എന്ന ഗ്രന്ഥം പരസ്യമായി കത്തിച്ചുകൊണ്ട് അത്തരം വിവേചനപരമായ ആശയങ്ങളെ താൻ പൂർണ്ണമായും തള്ളിക്കളയുന്നുവെന്ന് അദ്ദേഹം ലോകത്തോട് ഉറക്കെ വിളിച്ചു പറഞ്ഞു. അദ്ദേഹത്തിന്റെ പോരാട്ടം അവിടെയും അവസാനിച്ചില്ല. സ്വതന്ത്ര ഇന്ത്യയ്ക്ക് ഒരു ദിശാബോധം വേണ്ടി വന്നപ്പോൾ ആ ദൗത്യം ഏറ്റെടുക്കാൻ നിയോഗിക്കപ്പെട്ടത് അതേ പോരാളി തന്നെയായിരുന്നു. ഇന്ത്യൻ ഭരണഘടനയുടെ മുഖ്യ ശില്പിയായി മാറിയപ്പോ അദ്ദേഹം തന്റെ ജീവിതത്തിലെ പോരാട്ടങ്ങളെ നിയമത്തിന്റെ താളുകളിലേക്ക് പകർത്തിവെക്കുകയായിരുന്നു. തൊട്ടുകൂടായ്മ എന്നേക്കുമായി നിയമമൂലം നിരോധിച്ചു. എല്ലാ പൗരന്മാർക്കും ഒരു വിവേചനവുമില്ലാതെ മൗലികാവകാശങ്ങളും സമത്വവും ഉറപ്പു നൽകി. അതായത് ഒരു തുള്ളി വെള്ളം നിഷേധിക്കപ്പെട്ട അതേ കുട്ടി ഒരു രാജ്യത്തിനു മുഴുവൻ നീതിയുടെ ഒരു മഹാസാഗരം തന്നെ തീർത്തു, അല്ലേ? അംബേദ്കർ നമുക്ക് വേണ്ടി ബാക്കി വെച്ചത് വെറുമൊരു നിയമപുസ്തകം മാത്രമല്ല, തലമുറകൾക്ക് പ്രചോദനമാകുന്ന വളരെ ശക്തമായ ഒരു സന്ദേശം കൂടിയാണ്.
അദ്ദേഹത്തിന്റെ ഏറ്റവും ശക്തമായ വാക്കുകളിൽ ഒന്നാണിത്. നമ്മൾ ബലിയാടാകാൻ വിധിക്കപ്പെട്ടവരായി ഒതുങ്ങരുത്, മറിച്ച് സ്വന്തം അവകാശങ്ങൾക്കായി ഗർജിക്കുന്ന സിംഹങ്ങളെപ്പോലെ കരുത്തരാവണം. അറിവും ആത്മാഭിമാനവും ആയുധമാക്കി പോരാടാനുള്ള ഒരു ആഹ്വാനമായിരുന്നു അത്. അപ്പോൾ നമ്മൾ എത്തിച്ചേരുന്ന ചോദ്യം ഇതാണ്: ഒരാളുടെ മാത്രം വേദനയും പോരാട്ടവും എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ മുഴുവൻ നിയമപുസ്തകമായി മാറുന്നത്? ഡോക്ടർ അംബേദ്കറുടെ ജീവിതം അതുതന്നെയാണ് ആ ചോദ്യത്തിനുള്ള ഉത്തരം. അതൊരു ചരിത്രം മാത്രമല്ല, നമുക്കെല്ലാവർക്കും എക്കാലത്തേക്കുമുള്ള ഒരു വലിയ പാഠം കൂടിയാണ്.